നമ്മുടെ DNA സ്ട്രക്ചർ അല്ലെങ്കിൽ ക്രോമസോം, ജനിതക ഘടന, ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മാരകമായ രോഗങ്ങളുടെ ശാപവേരുകളുണ്ട്. ഡോക്ടർമാർ ഇതിനെ സാധാരണയായി പാരമ്പര്യ രോഗങ്ങൾ എന്ന് വിളിക്കുന്നു. എന്നാൽ പലപ്പോഴും ഇങ്ങനെയുള്ള പാരമ്പര്യ രോഗങ്ങളുടെ ആത്മീയ കാരണം എന്ന് പറയുന്നത് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് DNA സ്ട്രക്ചറിലൂടെ, ജനിതക ഘടനയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്പിരിച്വൽ കോഡിംഗ് അല്ലെങ്കിൽ പൈശാചിക ഉടമ്പടികളാണ്. നമ്മുടെ ആത്മീയ ടീമിൽ നമ്മൾ അതിനെ ശാപങ്ങൾ എന്ന് വിളിക്കും. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അതിനകത്തൊരു അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കാൻ ഇടയാകും. ഗ്രാൻഡ് ഫാദറിന് ക്യാൻസർ ഉണ്ടായിരുന്നു, ഫാദറിന് ക്യാൻസർ ഉണ്ടായിരുന്നു, മകനും ക്യാൻസർ വരുന്നു. 3 തലമുറകളിൽ ഒരു രോഗം റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ഗ്രാൻഡ് മദറിന് ഷുഗർ ഉണ്ടായിരുന്നു, മകൾക്ക് ഷുഗറുണ്ട്, മകളുടെ മകൾക്കും ഷുഗറിൻ്റെ വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ത്വക്കിൻ്റെ രോഗങ്ങൾ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക്, അവിടെ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന രോഗവിഷയങ്ങൾ. ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ ഭൗതികമായ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ സയൻസ് പറയുന്നത് പാരമ്പര്യ രോഗങ്ങൾ, ജനറേഷണൽ സിക്നസ് എന്ന് നമ്മൾ സാധാരണ അതിനെ വിളിക്കും. എന്നാൽ ആത്മാവിൻ്റെ കണ്ണടയിലൂടെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ജനിതക ഘടനയിൽ DNA സ്ട്രക്ചറിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന പാരമ്പര്യമായ ആത്മീയ ശാപങ്ങളും സ്പിരിച്വൽ കോഡിങ്ങുകളും മുഖാന്തരമാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ജനിതക ഘടനയിൽ വരുന്ന വിഷയങ്ങളെ പലപ്പോഴും സയൻസിന് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുത്താൻ സാധിക്കത്തില്ല. പക്ഷെ നമ്മുടെ ജനിതക ഘടനയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ കഴിയുന്ന ഒരു ആത്മീയ മരുന്നുണ്ട്. ആ ആത്മീയ മെഡിസിൻ്റെ പേരാണ് നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം. അപ്പോൾ ആ രക്തത്തിന് നമ്മളുടെ ജനിതക ഘടനയെ സൗഖ്യമാക്കാൻ കഴിയും. എത്ര പേരങ്ങനെ വിശ്വസിക്കുന്നു? നമ്മുടെ DNA സ്ട്രക്ചറിനെ ഹീല് ചെയ്യുവാൻ യേശുക്രിസ്തുവിൻ്റെ അമൂല്യ രക്തത്തിന് സാധിക്കും. ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ജനിതക ഘടനയിൽ കടന്നു വന്ന ആത്മീയ വിഷയങ്ങൾ, രോഗവിഷയങ്ങളെ യേശുവിൻ്റെ രക്തം തളിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ചില വചനഭാഗങ്ങൾ നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ദൈവം അരുളിച്ചെയ്യുന്നു, എന്നെ പകയ്ക്കുന്നവരിൽ അവരുടെ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുന്ന ദൈവമാകുന്നു ഞാൻ. അപ്പോൾ ഇവിടെ ഈ അകൃത്യം എന്ന് പറയുന്ന വാക്കിന് ഇനിക്വിറ്റി എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്ക്. അത് രക്തത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന രോഗങ്ങൾ, പരാജയങ്ങളുടെ ഇൻസ്ട്രക്ഷനുകളാണ് ശരിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജനിതക കോശങ്ങളിൽ അത് എഴുതപ്പെട്ടിരിക്കുന്നു. ചില പരാജയങ്ങൾ നമ്മുടെ DNA സ്ട്രക്ചറിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ചില രോഗത്തിൻ്റെ വേരുകൾ അതിനകത്ത് വിതയ്ക്കപ്പെട്ടിരിക്കുന്നു. ചില സ്പിരിച്വൽ ഇൻസ്ട്രക്ഷനുകൾ, ഒരു പ്രോഗ്രാം ലാംഗ്വേജിനകത്ത് നമ്മൾ വ്യത്യസ്ത കോഡുകൾ എഴുതുന്നത് പോലെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്ന DNA ജനിതക ഘടനകളിൽ ചില സ്പിരിച്വൽ കോഡിങ്ങുകളുണ്ട്. അങ്ങനെയുള്ള കോഡിങ്ങുകൾ ചില പ്രായത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു, അത് തനിയെ പ്രത്യക്ഷപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പോൾ ചില പൈശാചിക വിഷയങ്ങൾ ആദ്യം ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. പക്ഷെ നമ്മളൊരു 30 വയസ്സാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു 40 വയസ്സാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രായപരിധി നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ ആ DNA സ്ട്രക്ചറിലുള്ള പൈശാചിക സ്പിരിച്വൽ കോഡിങ്ങുകൾ തനിയെ ആക്ടിവേറ്റ് ചെയ്യപ്പെടും. അതിൻ്റെ കാരണം നമ്മുടെ DNA സ്ട്രക്ചറിൽ, നമ്മുടെ ആന്തരിക ഘടനയിൽ അങ്ങനെയാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷനുകൾ, അതിൻ്റെ കോഡിങ്ങുകൾ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ സയൻസ് എന്ന കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ അതിന് കാണാൻ സാധിക്കത്തില്ല. കാരണം അത് ആത്മീയ വിഷയമായതുകൊണ്ട് ആത്മാവിൻ്റെ കണ്ണാടിയിലൂടെ നോക്കിയാൽ മാത്രമേ നമുക്കതിനെ കാണാൻ സാധിക്കത്തുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ബെനിഫിറ്റുകൾ നമ്മൾ പ്രാർത്ഥനയിൽ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള ശാപത്തിൻ്റെ കോഡിങ്ങുകൾ ജനിതക ഘടനയിൽ നിന്ന് എന്നേക്കുമായി നീങ്ങിപ്പോവുകയുള്ളൂ. സങ്കീർത്തന പുസ്തകം 109-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ ഒരു വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവൻ ശാപത്തെ വസ്ത്രം പോലെ ധരിച്ചു, അത് വെള്ളം പോലെ അവൻ്റെ ഉള്ളിലേക്കും എണ്ണ പോലെ അവൻ്റെ അസ്ഥിയിലേക്കും അലിഞ്ഞു ചെന്നു. അപ്പോൾ ശാപത്തിന് വെള്ളം പോലെ നമ്മുടെ ആന്തരിക അവയവങ്ങളിലേക്കും എണ്ണ പോലെ നമ്മുടെ ബോൺമാരോ അല്ലെങ്കിൽ അസ്ഥികളുടെ ഉള്ളിലേക്കോ ഒക്കെ ഇറങ്ങിച്ചെല്ലാൻ കഴിയും എന്നത് ഒരാത്മീയ സത്യമാണ്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്യാൻസർ പോലുള്ള രോഗങ്ങളുടെ അടിസ്ഥാന കാരണങ്ങൾ. അപ്പം നിങ്ങളുടെ അസ്ഥിയിൽ ഒളിച്ചിരിക്കുന്ന, രക്തത്തിൽ മറഞ്ഞിരിക്കുന്ന ക്യാൻസറുകളും മറ്റ് രോഗസംബന്ധമായ വിഷയങ്ങളും യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു ആത്മീയ എണ്ണയുടെ പ്രവർത്തനമാകാം. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മിലേക്ക് ചൊരിയപ്പെടുന്ന ജീവാത്മാവിൻ്റെ നിയമത്തെ നമ്മുടെ അവയവങ്ങളിൽ, നമ്മുടെ ജനിതക ഘടനയിൽ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള എല്ലാ ശാപക്കെട്ടുകളും ഇന്ന് അഴിഞ്ഞു മാറും. മരണത്തിൻ്റെ എല്ലാ കോഡിങ്ങുകളും നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ നിന്ന്, ജനിതക ഘടനയിൽ നിന്ന് ഇന്ന് വിട്ടുമാകാൻ പോവുകയാണ്.
ജോബിൻ്റെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ഒരു രഹസ്യം എഴുതിയിട്ടുണ്ട്. അവൻ്റെ മാംസം ബാലൻ്റേതിനേക്കാൾ പുഷ്ടി വെക്കും, അവൻ തൻ്റെ യൗവന കാലത്തിലേക്ക് മടങ്ങി വരും. അപ്പോൾ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ബയോളജിയെ മാറ്റിമറിക്കാൻ സാധിക്കും. എത്ര പേരത് വിശ്വസിക്കുന്നു? ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിന് എൻ്റെ ബയോളജിയെ മാറ്റിമറിക്കാൻ സാധിക്കും. നിങ്ങളുടെ കിഡ്നിയിലോ നിങ്ങളുടെ ഹൃദയത്തിലോ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവങ്ങളിലോ ഇരിക്കുന്ന രോഗത്തിൻ്റെ കോഡിങ്ങുകളെ യേശു കർത്താവിൻ്റെ ആത്മാവിനെ റിവേഴ്സ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്. ക്രിസ്തു യേശുവിലെ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. അപ്പോൾ പല രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുന്നത് മരണത്തിൻ്റെ പ്രമാണം അഥവാ ലോ ഓഫ് ഡെത്ത് ആക്ടിവേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ്. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവിടുന്ന് ഒരു പുതിയ നിയമം നമ്മുടെ അവയവങ്ങളിൽ പകരുന്നു, ജീവാത്മാവിൻ്റെ പ്രമാണം. അപ്പോൾ ഈ പ്രമാണത്തിന് മുൻപിൽ ക്യാൻസറിൻ്റെ ക്ലേശങ്ങൾക്കോ ട്യൂമറുകൾക്കോ ആന്തരിക രോഗങ്ങൾക്കോ ഇരിക്കാൻ സാധിക്കത്തില്ല. ഇനി വീണ്ടും 1 തെസ്സലോനിയൻസ് 5-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് വായിക്കാം. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കുവാൻ ഇടയാകട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതമാണ് നമ്മുടെ ആത്മാവും നമ്മുടെ ദേഹിയും മാത്രമല്ല നമ്മുടെ ശരീരവും പൂർണ്ണവും അവികലവുമാകിരിക്കണം എന്നത് ദൈവഹിതമാണ്. അപ്പം നിങ്ങളുടെ DNA സ്ട്രക്ചറിലെ 4 കോഡുകളായ ATGC എന്നിവയെ വിശുദ്ധീകരിക്കുവാൻ, സൗഖ്യമാക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ സംസാരിക്കുന്ന രക്തത്തിന്, നിർമ്മല രക്തത്തിന് കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ ആരൊക്കെ ഇന്നത് വിശ്വസിക്കുന്നു അവരുടെയൊക്കെ ജനിതക ഘടനയിൽ യേശുവിൻ്റെ രക്തം ഇന്ന് പ്രവേശിച്ച് ജനിതക ഘടനയിൽ സാത്താൻ എഴുതിയ ഇവിൾ കോഡിങ്ങുകൾ, രോഗത്തിൻ്റെ കോഡിങ്ങുകൾ യേശുവിൻ്റെ രക്തത്താൽ ഇന്ന് നിർവീര്യമാക്കപ്പെടും. അപ്പോൾ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെട്ട വ്യഭിചാരത്തിൻ്റെയോ മദ്യപാനത്തിൻ്റെയോ രോഗങ്ങളുടെയോ ആസക്തികളുടെയോ കോഡിങ്ങുകളൊക്കെ യേശുവിൻ്റെ രക്തത്തിന് മായ്ച്ചു കളയാൻ സാധിക്കും. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി മാറ്റിയെന്ന് വചനം പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വേറൊരു അക്ഷരം മാത്രമല്ല, അത് നമ്മുടെ ക്രോമസോമുകളിലേക്ക് കടന്നു ചെന്ന് ഒരു ജലം എങ്ങനെ ഒരു അഴുക്കിനെ കഴുകി മാറ്റുന്നു, അതുപോലെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ആന്തരിക ഘടനയിൽ കടന്നു ചെന്ന്, നമ്മുടെ DNA സ്ട്രക്ചറിൽ കടന്നു ചെന്ന്, നമ്മുടെ ക്രോമസോമുകളിൽ കടന്നു ചെന്ന് അത് കഴുകി അതിൻ്റെ എല്ലാ മാലിന്യങ്ങളെ, പൈശാചിക കോഡിങ്ങുകളെ, അഴുക്കുകളെയൊക്കെ മാറ്റി അത് ശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ദിവ്യ ആരോഗ്യം അത് വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ ദിവ്യ ആരോഗ്യം ഇന്ന് നമ്മുടെ എല്ലാ അവയവങ്ങളിലേക്കും വ്യാപരിച്ചിറങ്ങാൻ പോവുകയാണ്. എല്ലാ ദിവസത്തിലും യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ അവയവങ്ങളെ നമ്മൾ കഴുകി വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും മന്ത്രവാദമോ അല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങൾ ചെയ്തതുകൊണ്ട് ശാപമുഖാന്തരം വരുന്ന എല്ലാ രോഗങ്ങളും ഗലാത്യ ലേഖനം 3:13 ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ സകല ലീഗൽ എഗ്രിമെൻറ്റുകളും ശരീരത്തിൽ നിന്ന് DNA സ്ട്രക്ചറിൽ നിന്ന് യേശുവിൻ നാമത്തിൽ ഇന്ന് ക്യാൻസൽ ചെയ്യപ്പെടാൻ പോവാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ഹല്ലേലൂയ. അപ്പം ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ക്വിക്കൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കേടായ ലിവർ, നമ്മുടെ ബ്ലോക്കുകളുള്ള ഹാർട്ട്, നമ്മുടെ ഞരമ്പുകൾ, അതിൻ്റെ ബലഹീനതകൾ, കണ്ണുകളുടെ ബലഹീനതകൾ, ചെവിയുടെ ബലഹീനതകൾ, ആന്തരിക അവയവങ്ങളുടെ ബലഹീനതകൾ, ഹോർമോണൽ ഇഷ്യൂസ്, ഇതെല്ലാം ജീവാത്മാവിൻ്റെ പുതിയ നിയമം എന്താണ്? നമ്മുടെ ആന്തരിക അവയവങ്ങളിലേക്ക് വ്യാപരിക്കുമ്പോൾ ജീവൻ വ്യാപരിക്കും, ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് നമ്മുടെ ആന്തരിക ഘടനയിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു സൗഖ്യത്തെ പരിശുദ്ധാത്മാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് ഈ 2026 നസ്രത്ത് മിനിസ്ട്രീസിൻ്റെ കോൺഫറൻസുകളെ കുറിച്ച് വേഗം ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വർഷത്തെ കോൺഫറൻസിൻ്റെ പേര് റീബിൽഡ് ആൻഡ് റൈസ് കോൺഫറൻസ് എന്നാണ്. 2 ദിവസത്തെ 6 സെഷനുകളായിട്ടുള്ള ഡെലിവറൻസ് സെഷനുകളാണ് നമ്മൾ ചെയ്യുന്നത്. കേരളത്തിലെ മീറ്റിങ്ങുകൾ തിരുവല്ല, ട്രിവാൻഡ്രം, ചാലക്കുടി. മറ്റു മീറ്റിങ്ങുകൾ നമുക്ക് ഓസ്ട്രേലിയ, അയർലൻഡ്, ലണ്ടൻ, ലാറ്റ്വിയ, ഫിലാഡൽഫിയ, ഷിക്കാഗോ, ഹ്യൂസ്റ്റൺ, ദുബായ്, ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് എന്നീ സ്ഥലങ്ങളിലാണ് മീറ്റിങ്ങുകൾ ചെയ്യുന്നത്. പാരമ്പര്യ ശാപങ്ങളിൽ നിന്നുള്ള വിടുതൽ ശുശ്രൂഷ, അതോടൊപ്പം തന്നെ സാമ്പത്തിക ശാപങ്ങളിൽ നിന്നുള്ള വിടുതൽ, പിന്നീട് നമ്മൾ മന്ത്രവാദം, ആഭിചാരം തുടങ്ങിയെന്നുള്ള മോചനം, ആന്തരിക സൗഖ്യ ശുശ്രൂഷകൾ, പൈശാചിക സ്വപ്നങ്ങളിൽ നിന്നുള്ള വിടുതൽ, ഓയിൽ അഭിഷേക പ്രാർത്ഥന, സർപ്പശക്തികളിൽ നിന്നുള്ള വിടുതൽ ശുശ്രൂഷ, അങ്ങനെ പല വിടുതൽ ശുശ്രൂഷകൾ ചേർത്താണ് 2 ദിവസം 6 സെഷനുകളായിട്ട് നമ്മൾ ചെയ്യുന്നത്. രജിസ്ട്രേഷൻ ലിങ്കുകൾ നിങ്ങൾ വാച്ച് ചെയ്യുന്ന ഫേസ്ബുക്കിൻ്റെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻക്വയറികൾക്ക് വേണ്ടി നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്ററെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ ബുധനാഴ്ചകളിലും
അതോടൊപ്പം തന്നെ എല്ലാ ഞായറാഴ്ചകളിലും നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ലൈവ് ശുശ്രൂഷകൾ യൂട്യൂബിലും അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലുമുണ്ട്. നിങ്ങൾ കടന്നു വന്ന് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. മിനിസ്ട്രിയുടെ വെബ്സൈറ്റിലും രജിസ്ട്രേഷൻ ലിങ്കുകളൊക്കെ തന്നെ അവൈലബിൾ ആണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അതിശക്തമായ നാമത്തിൽ നിങ്ങളുടെ രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ DNA ഘടനയിൽ, ക്രോമസോമിൽ, ജനിതക സ്ട്രക്ചറിൽ എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാ പൈശാചിക എഴുത്തുകളെയും, എല്ലാ ഡിമോണിക് കോഡിങ്ങുകളെയും, എല്ലാ പൈശാചിക പ്രോഗ്രാമിങ്ങുകളെയും നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ സംസാരിക്കുന്ന രക്തം തളിച്ച് ആ കോഡിങ്ങുകളെ ഞാനിപ്പോൾ ഇറേസ് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, മായ്ച്ചു കളയുന്നു. ആ ഇവിൾ പ്രോഗ്രാമിങ്ങുകളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്തു പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആന്തരിക അവയവങ്ങളിലൊക്കെ, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലോ ക്യാൻസറിൻ്റെ രോഗവിഷയങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ രക്തം തളിച്ച് ആ സെല്ലുകളെല്ലാം തന്നെ കരിച്ചു കളയുന്നു യേശുവിൻ നാമത്തിൽ. നിങ്ങളുടെ ആന്തരിക അവയവങ്ങളിൽ ഇട്ടിട്ടുള്ള പൈശാചിക രോഗത്തിൻ്റെ കോഡിങ്ങുകൾ നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് നീങ്ങിപ്പോകുവാൻ ഞാൻ യേശുവിൻ നാമത്തിൽ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യത്തെ നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിലേക്ക് ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അവയവങ്ങളിലുള്ള കൊളസ്ട്രോളുകളുടെ ഡിമോണിക് കോഡിങ്ങുകൾ യേശുവിൻ്റെ രക്തത്താൽ ഈ സമയത്ത് മായ്ക്കപ്പെടട്ടെ. നിങ്ങളുടെ ശരീരത്തിലെ ഷുഗർ, പ്രഷർ, മറ്റ് ഡിമോണിക് കോഡിങ്ങുകൾ യേശുവിൻ്റെ രക്തത്താൽ ഈ സമയത്ത് മായ്ക്കപ്പെടട്ടെ. നിങ്ങളുടെ ലിവറിലും കിഡ്നികളിലുമുള്ള രോഗവിഷയങ്ങൾ, പൈശാചിക കോഡിങ്ങുകൾ നസ്രായനായ യേശുവിൻ നാമത്തിൽ ഈ സമയത്ത് ഞാൻ ബ്രേക്ക് ചെയ്ത് ആ കോഡിങ്ങുകളെ ഇറേസ് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഉദരത്തിനകത്തുള്ള സാത്താനിക ഫൗണ്ടേഷനുകളെ യേശുവിൻ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ പരിശുദ്ധാത്മ അഗ്നിയുടെ അഭിഷേകം ഈ സമയം നിറയട്ടെ. നിങ്ങളുടെ ആന്തരിക അവയവങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ അഗ്നി ഈ സമയത്ത് ഒരു വലിയ പ്രവൃത്തി ചെയ്യട്ടെ. നിങ്ങളുടെ ഹോർമോണൽ സിസ്റ്റത്തിൻ്റെ മേൽ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയുടെ വ്യാപാരം സംഭവിക്കട്ടെ. നിങ്ങളുടെ ഇൻറ്റേർണൽ ഗ്ലാൻസുകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മ അഗ്നി കൊണ്ട് പൊതിയപ്പെടട്ടെ. നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ ദൈവഹിതമല്ലാത്ത ഗ്രോത്തുകൾ, വളർച്ചകൾ അതെല്ലാം യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക്, നിങ്ങളുടെ അവയവങ്ങളിലേക്ക് ദൈവാത്മാവിൻ്റെ, ജീവാത്മാവിൻ്റെ പുതിയ നിയമത്തിലൂടെ പ്രവഹിക്കുന്ന ഉയർപ്പിൻ്റെ ശക്തിയെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരങ്ങളിൽ രോഗസൗഖ്യം മാനിഫെസ്റ്റ് ചെയ്യപ്പെടട്ടെ. നിങ്ങളുടെ അവയവങ്ങളിൽ ഈ സമയത്ത് ജീവൻ്റെ പുതുക്കം സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അഭിഷേകവും നിങ്ങളുടെ ശരീരത്തെ പൊതിയുമാറാകട്ടെ. യേശുവിൻ നാമത്തിൽ നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം ഐ പ്രേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾക്കൊരു അനുഗ്രഹമായെങ്കിൽ മറ്റൊരാൾക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നുപോലെ. അതോടൊപ്പം തന്നെ ഫിസിക്കൽ മീറ്റിങ്ങൾക്ക് നമുക്ക് നേരിട്ട് കണ്ടു പ്രാർത്ഥിക്കാം. രജിസ്ട്രേഷൻ ലിങ്കുകൾ ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്താട്ടെ. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കാനിടയാകട്ടെ. ഇൻ ജീസസ് നെയിം ഐ പ്രേ. ആമേൻ.